ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. അപ്പോ നമ്മുടെ വീഡിയോയിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് കുറച്ച് സിനിമ വിശേഷങ്ങളാണ്. അതിൽ ആദ്യത്തേത് നമ്മുടെ നടന വിസ്മയം ലാലേട്ടന്റെ തുടരും എന്ന ചിത്രത്തിന്റെ വിശേഷമാണ്. കേരള ബോക്സ് ഓഫീസിലെ എല്ലാ റെക്കോർഡുകളും തിരുത്തിക്കുറിച്ചുകൊണ്ട് മുന്നേറിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ തുടരും എന്ന ചിത്രത്തിന്റെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വരുന്ന അപ്ഡേറ്റ്സുകൾ പ്രകാരം ചിത്രം 200 കോടി ക്ലബിലെത്തി എന്നുള്ള വാർത്തകളാണ് വരുന്നത്. അധികം പ്രൊമോഷൻസ് ഒന്നും തന്നെ ഇല്ലാതെ എത്തിയ ചിത്രമാണ് തുടരും എന്ന നമ്മുടെ ലാലേട്ടന്റെ മരണമാസ് ചിത്രം. സത്യത്തിൽ മലയാളികൾ ഹൃദയത്തിൽ ആ ചിത്രത്തെ ഏറ്റെടുത്തു എന്ന് തന്നെ പറയേണ്ടി വരും. അത് നമുക്ക് മനസ്സിലാകണമെന്നുണ്ടെങ്കിൽ റിലീസ് ചെയ്തിട്ട് 15 ദിവസങ്ങൾ കഴിഞ്ഞ ഈ ചിത്രത്തിന്റെ ഇപ്പോഴും ഉള്ള ബുക്കിങ്ങുകൾ നോക്കിയാൽ നമുക്ക് മനസ്സിലാകും. ബുക്ക് മൈ ഷോ പോലുള്ള ആപ്ലിക്കേഷനുകൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ ഹൗസ്ഫുൾ ഷോകളാണ് മിക്ക തിയേറ്ററുകളിലും നടന്നുകൊണ്ടിരിക്കുന്നത്. ലാലേട്ടനെ പോലൊരു മഹാനടനെ ഉപയോഗിക്കേണ്ട രീതിയിൽ കൃത്യമായിട്ടും തരുൺമൂർത്തി ഉപയോഗിച്ചു കഴിഞ്ഞു. അത് തന്നെയാണ് ഈ ചിത്രത്തിന്റെ വിജയം എന്ന് നമുക്ക് പറയാം. 2 മാസത്തിനിടെ ലാലേട്ടന്റെ 2 സിനിമകളാണ് 200 കോടി ക്ലബിൽ എത്തിയത്. ഒന്ന് എമ്പുരാനും അതുപോലെ തന്നെ തുടരുമെന്ന ഈ ചിത്രവും. ബോക്സ് ഓഫീസിൽ ഇനിയും എന്തെങ്കിലുമൊക്കെ റെക്കോർഡുകൾ തിരുത്തി കുറിക്കാനുണ്ടെങ്കിൽ അതുകൂടി തിരുത്തി കുറിച്ചിട്ട് തുടരും എന്ന ഈ ചിത്രം തിയേറ്ററുകളിൽ നിന്ന് പോകത്തുള്ളൂ എന്നാണ് മനസ്സിലാകുന്നത്. അടുത്തായി നമ്മൾ നോക്കാനായി പോകുന്നത് ടൊവിനോ തോമസിനെ നായകനാക്കി അനുരാജ് മനോഹർ സംവിധാനം ചെയ്യുന്ന ചിത്രമായിട്ടുള്ള നരിവേട്ട എന്ന ചിത്രത്തിന്റെ അപ്ഡേറ്റ്സുകളാണ്. ചിത്രം മെയ് 23-ന് തിയേറ്ററുകളിൽ എത്തും എന്നുള്ള അപ്ഡേറ്റ്സുകളാണ് വരുന്നത്. റിലീസ് ഡേറ്റ് പ്രഖ്യാപിച്ചുകൊണ്ടുള്ള ഒഫീഷ്യൽ പോസ്റ്റർ വന്നിട്ടുണ്ടായിരുന്നു. ചിത്രത്തിൽ ടൊവിനോയ്ക്ക് പുറമെ തമിഴ് സംവിധായകനും നടനുമായിട്ടുള്ള ചേരൻ എത്തുന്നുണ്ട്. ചേരന്റെ ആദ്യത്തെ മലയാള സിനിമ കൂടിയാണ് നരിവേട്ട. കൂടാതെ സുരാജ് വെഞ്ഞാറമൂട്, ആര്യ സലീം, റിനി ഉദയകുമാർ, പ്രിയംവദ കൃഷ്ണൻ എന്നിവരൊക്കെ പ്രധാന കഥാപാത്രങ്ങളിൽ എത്തുന്നുണ്ട്. ഇന്ത്യൻ സിനിമാ കമ്പനിയുടെ ബാനറിൽ ഷിയാസ് ഹസൻ, ടിപ്പു ഷാൻ എന്നിവർ ചേർന്നാണ് ഈ ചിത്രം നിർമ്മിക്കുന്നത്. വർഗീസ് പീറ്റർ എന്ന പോലീസ് കോൺസ്റ്റബിളിന്റെ കഥാപാത്രവുമായിട്ടാണ് ടൊവിനോ തോമസ് ഈ ചിത്രത്തിൽ എത്തുന്നത്. സുരാജ് വെഞ്ഞാറമൂട് ഹെഡ് കോൺസ്റ്റബിൾ ബഷീർ അഹമ്മദ് ആയിട്ടാണ് ഈ ചിത്രത്തിൽ എത്തുന്നത്. അതുപോലെ തന്നെ DIG രഘുറാം കേശവായിട്ടാണ് നമ്മുടെ ചേരൻ ഈ സിനിമയിൽ എത്തുന്നത്. പൂർണ്ണമായും പോലീസ് പശ്ചാത്തലത്തിൽ ഒരുങ്ങുന്ന ഒരു ചിത്രമാണ് നരിവേട്ട. യഥാർത്ഥ സംഭവങ്ങളിൽ നിന്നും ചില പോലീസ് കേസുകളുമായി സാമ്യം തോന്നുന്ന രീതിയിലുള്ള ട്രെയിലറൊക്കെ ആയിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. ട്രെയിലർ കണ്ടപ്പോ തോന്നിയത് നമ്മുടെ മുത്തങ്ങ സമരവുമായി ബന്ധപ്പെട്ടിട്ടൊക്കെ ഉള്ള ഒരു പ്രമേയമായിരിക്കാം ഈ ചിത്രത്തിലും എത്തുന്നത് എന്നുള്ളതാണ്. ഇതിനോടകം തന്നെ ചിത്രത്തിന്റെ മിന്നൽ വള എന്നുള്ള ഗാനം ഹിറ്റായി കഴിഞ്ഞിരിക്കുകയാണ്. 65 ലക്ഷത്തോളം പേരാണ് ഇതിനോടകം തന്നെ കണ്ടു കഴിഞ്ഞത്. ഒരു പൊളിറ്റിക്കൽ ക്രൈം ത്രില്ലർ മൂവി ആയിട്ടാണ് ഈ ചിത്രം എത്തുന്നത് എന്നാണ് നമുക്ക് ഇതുവരെയുള്ള അപ്ഡേറ്റ്സുകൾ കാണുമ്പോൾ തോന്നുന്നത്. എന്തായിരുന്നാലും വ്യത്യസ്തമായിട്ടുള്ള ക്യാരക്ടർ സെലക്ഷനും അതുപോലെ തന്നെ സിനിമാ സെലക്ഷനും നടത്തുന്ന നമ്മുടെ ടൊവിനോ തോമസിനെ സംബന്ധിച്ചിടത്തോളം ഈ ചിത്രം അദ്ദേഹത്തിന്റെ സിനിമാ കരിയറിലെ മറ്റൊരു പൊൻതൂവൽ ആയിരിക്കും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അടുത്തായിട്ട് നമ്മൾ നോക്കുന്നത് നമ്മുടെ രജനീകാന്ത് നായകനായിട്ട് എത്തുന്ന ജയിലർ 2-ന്റെ വിശേഷങ്ങളാണ്. നെൽസന്റെ സംവിധാനത്തിൽ ഒരുങ്ങുന്ന ചിത്രത്തിന്റെ ഷൂട്ടിംഗ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് കോഴിക്കോടാണ് എന്നുള്ള അപ്ഡേറ്റ്സുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ജയിലറിൽ മുത്തുവേൽ പാണ്ഡ്യൻ എന്ന കഥാപാത്രത്തെയാണ് നമ്മുടെ തലൈവർ അഭിനയിച്ചിട്ടുണ്ടായിരുന്നത്. വരുന്ന അപ്ഡേറ്റ്സുകൾ പ്രകാരം ഈ ചിത്രത്തിൽ ഒരു നിർണായക വേഷവുമായി നമ്മുടെ സുരാജ് വെഞ്ഞാറമൂട് കൂടി എത്തുന്നു എന്നുള്ള അപ്ഡേറ്റ്സുകൾ വരുന്നുണ്ട്. ഇനി നമുക്ക് അറിയേണ്ടത് ജയിലർ 1-ലുണ്ടായിരുന്ന മാത്യൂസ് എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ച നമ്മുടെ ലാലേട്ടൻ ജയിലർ 2-ൽ ഉണ്ടോ എന്നുള്ളതാണ്. കുറച്ചു ദിവസങ്ങൾക്ക് മുമ്പ് വന്ന അപ്ഡേറ്റ്സുകൾ പ്രകാരം ലാലേട്ടന്റെ ഹൃദയപൂർവ്വം എന്ന ചിത്രത്തിന്റെ ലൊക്കേഷനിൽ ജയിലറിന്റെ സംവിധായകനായിട്ടുള്ള നെൽസൺ എത്തിയിട്ടുണ്ടായിരുന്നെന്നും ലാലേട്ടനെയും അതുപോലെ സത്യനന്ദിക്കാടിനെയും ഒക്കെ നേരിട്ട് കണ്ടിരുന്നു എന്നുള്ള അപ്ഡേറ്റ്സുകളും വരുന്നുണ്ട്. ആ അപ്ഡേറ്റ്സുകളൊക്കെ നമ്മുടെ ലാലേട്ടനും ജയിലർ 2-ൽ ഉണ്ടാകും എന്നുള്ള പ്രതീക്ഷ തരുന്ന അപ്ഡേറ്റ്സുകളാണ്. എന്തായിരുന്നാലും ഈ ചിത്രത്തിന്റെ കൂടുതൽ വിശേഷങ്ങൾ വരും ദിവസങ്ങളിൽ വരുന്നതായിരിക്കും. ഡ്രാഗൺ എന്ന സൂപ്പർ ഹിറ്റ് ചിത്രത്തിലൂടെ പ്രേക്ഷകർക്ക് കിട്ടിയ നടനാണ് പ്രദീപ് രംഗനാഥൻ. അദ്ദേഹത്തിന്റെ 2ാമത്തെ ചിത്രമായി എത്തുന്ന കാർത്തീശ്വരൻ സംവിധാനം ചെയ്യുന്ന ചിത്രമാണ് ഡ്യൂഡ്. ഡ്യൂഡിന്റെ ഏറ്റവും പുതിയ അപ്ഡേറ്റ്സ് എന്ന് പറയുന്നത് ചിത്രത്തിലെ നായികയായിട്ട് എത്തുന്നത് മലയാളികളുടെ പ്രിയ താരമായിട്ടുള്ള മമിതയാണ്. നമ്മുടെ പ്രേമലു എന്ന ചിത്രത്തിലെ നായിക. ചിത്രത്തിന്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്ററാണ് നിങ്ങൾ ഈ കാണുന്നത്. മമിതയുടെ സിനിമാ കരിയറിലെ മറ്റൊരു ലെവൽ ചിത്രമായിരിക്കും ഡ്യൂഡ് എന്ന് നമുക്ക് വിശ്വസിക്കാം. പ്രദീപ് രംഗനാഥന്റെ ഡ്രാഗൺ എന്ന ചിത്രം 150 കോടി ക്ലബിൽ എത്തിയ ചിത്രമാണ്. എന്തായിരുന്നാലും ഡ്യൂഡ് എന്ന ഈ ചിത്രം ദീപാവലി റിലീസായിട്ട് തിയേറ്ററുകളിൽ എത്തും എന്നുള്ള അപ്ഡേറ്റ്സുകളാണ് വരുന്നത്. അതുപോലെ തന്നെ ഈ ചിത്രം തിയേറ്ററുകളിൽ എത്തിക്കുന്ന പ്രമുഖ ബാനറായിട്ടുള്ള മൈത്രി മൂവി മേക്കേഴ്സ് ആണ്.
അപ്പോ എന്തായിരുന്നാലും വരും ദിവസങ്ങളിൽ ഈ ചിത്രത്തിന്റെയും കൂടുതൽ അപ്ഡേറ്റ്സുകൾ വരുന്നതായിരിക്കും. ഓക്കെ, അപ്പോ കൂടുതൽ സിനിമാ വിശേഷങ്ങളുമായി നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ, താങ്ക് യു.